നമ്മൾ 100 ദിവസം കൊണ്ട് 100 പാഠങ്ങൾ കൊണ്ട് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളൊരു പദ്ധതിയാണിത്. എൻ്റെ 9ാമത്തെ ദിവസമാണിത്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുന്ന എല്ലാ കാര്യവും ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ലൈക്കും ചെയ്യേണ്ട, സബ്സ്ക്രൈബും ചെയ്യേണ്ട, അത് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരു ബുക്കിൽ എഴുതുക ഈ സെൻറ്റൻസുകളൊക്കെ, അത് നമ്മൾ ആവർത്തിക്കുക, ഉപയോഗിക്കുക നിത്യജീവിതത്തിൽ. എങ്കിൽ മാത്രമേ നമ്മൾ ഏത് ഭാഷയും പഠിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പഠിപ്പിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപയോഗമില്ല, ഞാൻ ഉപയോഗിക്കാറുള്ള ഒരു കാര്യമല്ലല്ലോ ഇത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് പഠിക്കണ്ട. കാരണം നമ്മൾ ഉപയോഗിച്ചാണ് ഇത് പഠിക്കുന്നത് അല്ലേ. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. മുൻപിൽ എന്നുള്ളതിന് നമുക്ക് ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറയാം. വീടിൻ്റെ മുമ്പിൽ ബസ് സ്റ്റോപ്പാണ്. ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ് ഈസ് എ ബസ് സ്റ്റോപ്പ്. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാറേ ഇല്ല അല്ലേ. നമ്മൾ ഇങ്ങനെയല്ല ഉപയോഗിക്കുന്നത്. അവിടെ തന്നെ ഇത് പഠിക്കുന്നത്. നമ്മൾ സാധാരണ പറഞ്ഞത് എൻ്റെ വീടിൻ്റെ മുമ്പിൽ ബസ് സ്റ്റോപ്പ് ഉണ്ട്, അങ്ങനെയാണല്ലോ പറയുന്നത്. ദർ ഈസ് എ ബസ് സ്റ്റോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്. ദർ ഈസ് എ ബസ് സ്റ്റോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്. നമുക്ക് ഒന്നിച്ച് പറയാം. ദർ ഈസ് എ ബസ് സ്റ്റോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്. എൻ്റെ മുൻപിൽ, ഇൻ ഫ്രണ്ട് ഓഫ് മീ. എൻ്റെ മുമ്പിൽ ഇരിക്കരുത്, കാരണം ഞാനൊരു രാജാവാണ് അല്ലേ. എൻ്റെ മുമ്പിൽ എന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. പ്ലീസ് ഡോണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് മീ ബിക്കോസ് ഐ എം എ കിങ്. അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കരുത്. പ്ലീസ് ഡോണ്ട് സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. പ്ലീസ് ഡോണ്ട് സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. പുറകിൽ എന്നുള്ളതിന് ബിഹൈൻഡ് അല്ലെങ്കിൽ ഇൻ ബാക്ക് ഓഫ് എന്ന് നമുക്ക് പറയാം. ടോയ്ലറ്റ് വീടിൻ്റെ പുറകിലാണ്. ദ ടോയ്ലറ്റ് ഈസ് ബിഹൈൻഡ് ദ ഹൗസ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയാറുണ്ടല്ലേ, എൻ്റെ വീടിൻ്റെ പുറകിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട്, അല്ലെങ്കിൽ വീടിൻ്റെ പുറകിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട്. എങ്ങനെ പറയാം? ദർ ഈസ് എ ടോയ്ലറ്റ് ബിഹൈൻഡ് ദ ഹൗസ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇത് മാത്രമല്ല പറയേണ്ടത്, നമ്മൾ ഇതനുസരിച്ച് നമുക്ക് മറ്റു പലതും പറയാം അല്ലേ. ദർ ഈസ് എ ഷോപ്പ് ബിഹൈൻഡ് മൈ ഹൗസ്. അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ പുറകിൽ ഒരു ഷോപ്പ് ഉണ്ടെന്ന് അങ്ങനെ പറയാം. ദർ ഈസ് എ ഷോപ്പ് ബിഹൈൻഡ് ദ ബിൽഡിംഗ്. അപ്പോൾ നമ്മൾ മാറ്റി പറയാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ജസ്റ്റ് ആ ടോയ്ലറ്റ് മാറ്റി വേറെന്തെങ്കിലും ഇടുക, ഹൗസ് മാറ്റി വേറെന്തെങ്കിലും ഇടുക, അങ്ങനെയാണ് നമ്മൾ സാധാരണ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുക, എന്താണ് ഞാനിത് പറയേണ്ടത് എന്നുള്ളത് ചിന്തിക്കുക, മാറ്റി ഉപയോഗിക്കുക. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമുക്കൊന്നുകൂടെ പറയാം. ദാറ്റ്സ് എ ടോയ്ലറ്റ് ബിഹൈൻഡ് ദ ഹൗസ്. ഇനി ടോയ്ലറ്റിന് വേറൊരു വാക്ക് പറയാം, വാഷ്റൂം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, അല്ലെങ്കിൽ റെസ്റ്റ് റൂം, അങ്ങനെ പലതും പറയാറുണ്ട്. നമുക്ക് എന്താണ്, നമ്മൾ സിമ്പിളായിട്ട് പഠിക്കുകയാണ് അല്ലേ, ആദ്യമായിട്ട് പഠിക്കുന്നുണ്ട്, നമുക്ക് ടോയ്ലറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇനി കെട്ടിടത്തിൻ്റെ പുറകിൽ നമ്മൾ പറഞ്ഞല്ലേ, എന്താണ് ബിഹൈൻഡ് ദ ബിൽഡിംഗ്. ഓക്കെ, ചെറിയ വഴി, അതിന് പാത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ ലിറ്റിൽ റോഡ് എന്ന് പറയാം. ലിറ്റിൽ റോഡ്. കെട്ടിടത്തിൻ്റെ പുറകിൽ ഒരു ചെറിയ റോഡുണ്ട്. ദർ ഇസ് എ പാത്ത് ബിഹൈൻഡ് ദ ബിൽഡിംഗ്. ദർ ഇസ് എ പാത്ത് ബിഹൈൻഡ് ദ ബിൽഡിംഗ്. നമുക്കൊന്നുകൂടെ പറയാം. ദർ ഇസ് എ പാത്ത് ബിഹൈൻഡ് ദ ബിൽഡിംഗ്. നേരെ പുറകിൽ എന്നുള്ളതിന് ഡയറക്ട്ലി ബിഹൈൻഡ് എന്നാണ് പറയുന്നത്. ഇറച്ചിക്കട ഈ കെട്ടിടത്തിൻ്റെ നേരെ പുറകിലാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു സംഭവമാണ് അല്ലേ. അപ്പം ദ ബുച്ചർ ഷോപ്പ് ഈസ് ഡയറക്ട്ലി ബിഹൈൻഡ് ദിസ് ബിൽഡിംഗ്. അപ്പം ബുച്ച എന്ന് പറഞ്ഞാൽ കശാപ്പുകാരൻ എന്നുള്ളതാണ് അർത്ഥം. ബുച്ചർ. ബുച്ചർ ഷോപ്പ് ഇറച്ചിക്കട അല്ലേ. ദ ബുച്ചർ ഷോപ്പ് ഈസ് ഡയറക്ട്ലി ബിഹൈൻഡ് ദിസ് ബിൽഡിംഗ്. ഒന്നുകൂടെ പറയാം. ദ ബുച്ചർ ഷോപ്പ് ഈസ് ഡയറക്ട്ലി ബിഹൈൻഡ് ദിസ് ബിൽഡിംഗ്. ഇപ്പുറത്ത് എന്നുള്ളതിന് ഓൺ ദിസ് സൈഡ് ഓഫ് എന്നാണ് പറഞ്ഞത്. ഓൺ ദിസ് സൈഡ് ഓഫ്. ഈ കസേര മേശയുടെ ഇപ്പുറത്തിട്ട്, അല്ലെങ്കിൽ ഇപ്പുറത്തിട്ട്. പ്ലീസ് പുട്ട് ദ ചെയർ ഓൺ ദിസ് സൈഡ് ഓഫ് ദ ടേബിൾ. പ്ലീസ് പുട്ട് ദ ചെയർ ഓൺ ദിസ് സൈഡ് ഓഫ് ദ ടേബിൾ. പ്ലീസ് പുട്ട് ദ ചെയർ ഓൺ ദിസ് സൈഡ് ഓഫ് ദ ടേബിൾ. അപ്പുറത്തുനിന്നുള്ളതിന് ബിയോണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഓവർ ബിയോണ്ട് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഓൺ ദാറ്റ് സൈഡ് ഓഫ് എന്ന് നമുക്ക് പറയാം. ഓൺ ദാറ്റ് സൈഡ് ഓഫ്. ഓക്കെ, ചായക്കട പോസ്റ്റ് ഓഫീസിൻ്റെ അപ്പുറത്താണ്. ദ ടീ ഷോപ്പ് ഈസ് ബിയോണ്ട് ദ പോസ്റ്റ് ഓഫീസ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ദ ടീ ഷോപ്പ് ഈസ് ഓവർ ബിയോണ്ട് ദ പോസ്റ്റ് ഓഫീസ്. കസേര മേശയുടെ അപ്പുറത്ത് ഇടരുത്. ഓൺ ദാറ്റ് സൈഡ് നമുക്ക് പറയാം അല്ലേ. ഇങ്ങനെ പറയാം. പ്ലീസ് ഡോണ്ട് പുട്ട് ദ ചെയർ ഓൺ ദാറ്റ് സൈഡ് ഓഫ് ദി ടേബിൾ. പ്ലീസ് ഡോണ്ട് പുട്ട് ദ ചെയർ ഓൺ ദാറ്റ് സൈഡ് ഓഫ് ദ ടേബിൾ. അപ്പം ഇപ്പുറത്താണെങ്കിലോ ഓൺ ദിസ് സൈഡ് നമ്മൾ പഠിച്ചല്ലേ. എൻ്റെ വീട് ഈ റോഡിൻ്റെ അപ്പുറത്താണ്. മൈ ഹൗസ് ഈസ് ഓവർ ബിയോണ്ട് ദ റോഡ്. മൈ ഹൗസ് ഈസ് ഓവർ ബിയോണ്ട് ദ റോഡ്. ഒന്നുകൂടെ പറയാം. മൈ ഹൗസ് ഈസ് ഓവർ ബിയോണ്ട് ദ റോഡ്. അപ്പോൾ നമ്മൾ പഠിച്ച ഒന്നുകൂടെ പറയാം. മുൻപിൽ ഇൻ ഫ്രണ്ട് ഓഫ്, പിറകിൽ ബിഹൈൻഡ്, ഇപ്പുറത്ത് ഓൺ ദിസ് സൈഡ്, അപ്പുറത്ത് ഓൺ ദാറ്റ് സൈഡ്, അല്ലെങ്കിൽ ഓവർ ബിയോണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ബിയോണ്ട് എന്ന് പറയാം. പറയുക എന്നുള്ളത് നമുക്ക് ടെൽ എന്ന് പറയാം, അല്ലെങ്കിൽ സേ എന്ന് പറയാം അല്ലേ.
പറഞ്ഞു, ടോൾഡ് അല്ലെങ്കിൽ said. ഞാനാണ് അവനോട് വരാൻ പറഞ്ഞത്. I told him to come. I told him to come. അല്ലെങ്കിൽ ഞാൻ അവനോട് വരാൻ പറഞ്ഞു എന്നുള്ള രീതിയിലും നമുക്കിത് തന്നെയാണ് അല്ലേ. I told him to come. ഞാനാണ് അവളോട് വയലിൻ വായിക്കാൻ പറഞ്ഞത്. I told her to play violin. I told her to play the violin. ടീച്ചർ എന്നോട് വരാൻ പറഞ്ഞു. Teacher told me to come. Teacher told me to come. നമ്മളെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ട് കൂട്ടുകാരോട് കൊടുത്തില്ല, എൻ്റെ അച്ഛനോട് ഇത് പറയരുത് കേട്ടോ, നാളെ ഞാൻ നിനക്ക് മുട്ടായി വാങ്ങിച്ചു തരാം. Please don't tell this to my father. I'll buy you a candy tomorrow. അവിടെ എപ്പോഴെന്താണ് ക്യാൻഡി എന്നുള്ളത് മുട്ടായിയാണ് അല്ലേ. Please don't tell this to my father. I will buy you a candy tomorrow. Please don't tell this to my father. I will buy you a candy tomorrow. ചോദിക്കുക എന്നുള്ളതിന് ആസ്ക് ആണ്. ചോദിച്ചു, asked. Teacher asked me so many questions about my last day's leave. ഞാൻ ഇന്നലെ വരാത്തതിനെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ടീച്ചർ ചോദിച്ചു. ടീച്ചറിന് മനസ്സിലായെന്ന് തോന്നില്ലേ, കളത്രമായിരുന്നു പനി എന്നൊക്കെ പറഞ്ഞത്. ടീച്ചർ ആസ്ക്ഡ് മീ സോ മെനി ക്വസ്റ്റ്യൻസ് അബൌട്ട് മൈ ലാസ്റ്റ് ഡേയ്സ് ലീവ്. ടീച്ചർ ആസ്ക്ഡ് മീ സോ മെനി ക്വസ്റ്റ്യൻസ് അബൌട്ട് മൈ ലാസ്റ്റ് ഡേയ്സ് ലീവ്. നീ എന്താണ് ഈ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നീ എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത്? വാട്ട് ആർ യു ആസ്കിങ്? വാട്ട് ആർ യു ആസ്കിങ്? അല്ലെങ്കിൽ ഇങ്ങനെ വേണം ചോദിക്കാം. വാട്ട് ആർ യു ആസ്കിങ് അബൌട്ട്? വാട്ട് ആർ യു ആസ്കിങ്? വാട്ട് ആർ യു ആസ്കിങ് അബൌട്ട്? നീ എന്താണ് അവനോട് ചോദിച്ചത്? വാട്ട് ഡിഡ് യു ആസ്ക് ഹിം? വാട്ട് ഡിഡ് യു ആസ്ക് ഹിം? അപ്പോഴേ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിനെ പറ്റി വളരെ വിശദമായിട്ട് നമ്മൾ WH ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി വിശദമായിട്ട് നമ്മളൊരു പാഠം നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ജസ്റ്റിൻ തോമസ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ മേക്കിംഗ് അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻ എന്നെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. ഇനി ആസ്ക്ഡ് എന്നുള്ളതിനെ നമ്മൾ പിരിച്ചെഴുതാം. ഡിഡ് പ്ലസ് ആസ്ക് എന്ന് ഞാൻ ആ ചാപ്റ്ററിൽ നിങ്ങളോട് പറഞ്ഞാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്നാണ് വാട്ട് ഡിഡ് യു ആസ്ക് ഹിം? നീ എന്താണ് അവനോട് ചോദിച്ചത്? സംസാരിക്കുക എന്നുള്ളത് സ്പീക്കാണ്. സംസാരിച്ചു, സ്പോക്ക്. ഞാൻ ഇന്നലെ ടോമിനോട് സംസാരിച്ചായിരുന്നു. I spoke to Tom yesterday. I spoke to Tom yesterday. ഞാൻ അതിനെപ്പറ്റി ടോമിനോട് സംസാരിച്ചായിരുന്നു. I spoke to Tom yesterday about it. I spoke to Tom yesterday about it. അല്ലെങ്കിൽ I spoke to Tom about it yesterday. അങ്ങനെ വേണം പറയാം. I spoke to Tom about it yesterday. നമ്മൾ മുൻപ് എന്നുള്ളതിന് ബിഫോർ ആണ്, ശേഷം ആഫ്റ്റർ ആണ്, കുറച്ച് മുമ്പ് അല്ലെങ്കിൽ അല്പം മുമ്പ് ഉള്ളതിന് ജസ്റ്റ് ബിഫോർ എന്ന് പറയാം. കുറച്ച് കഴിഞ്ഞ് എന്നുള്ളത് അല്ലെങ്കിൽ അല്പം കഴിഞ്ഞ് ജസ്റ്റ് ആഫ്റ്റർ എന്നാണ് പറയുന്നത്. ഷീ കെയിം ബിഫോർ യു. അവൾ നിന്നേക്കാൾ മുമ്പിൽ വന്നത്, മുമ്പ് അല്ലേ, ബിഫോർ യു. ഷീ കെയിം കഴിഞ്ഞൊരു കാര്യമാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് കെയിം ഉപയോഗിച്ചത്. കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കെയിം എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചാണ് അല്ലേ. ഷീ കെയിം ബിഫോർ യു. ഹീ കെയിം ജസ്റ്റ് ബിഫോർ യു. തൊട്ട് മുമ്പ്, നീ വരുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് അവൻ വന്നത്. ഷീ കെയിം ആഫ്റ്റർ യു. അവൾ നീ വന്നതിന് ശേഷമാണ് വന്നത്. ഷീ കെയിം ജസ്റ്റ് ആഫ്റ്റർ യു. നീ കഴിഞ്ഞ ഉടനെയാണ് അവൾ വന്നത്. നീ വരുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് അവൻ പോയത്. ഹി ലെഫ്റ്റ് ജസ്റ്റ് ബിഫോർ യു കെയിം. ഹി ലെഫ്റ്റ് ജസ്റ്റ് ബിഫോർ യു കെയിം. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ഇതിന് പകരമായിട്ട് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഞാൻ അതിനെപ്പറ്റി നിങ്ങളോട് നേരത്തെ പറഞ്ഞാണ്. നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്ന ഒരൊറ്റ സാഹചര്യത്തിലാണ്. അതായത് രണ്ട് കാര്യങ്ങൾ, കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ അകത്ത് ആദ്യം കഴിഞ്ഞ കാര്യം പറയാൻ വേണ്ടി ആണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അത് എപ്പോഴും പാസ്റ്റ് ടെൻസിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി നമ്മളിപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി, സിമ്പിളായിട്ട് ഇങ്ങനെ പഠിച്ചാൽ മതി. ഹി ലെഫ്റ്റ് ജസ്റ്റ് ബിഫോർ യു കെയിം. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അതെന്താ സാറ് പകുതി പറഞ്ഞ് നിർത്തിയെന്ന്? പകുതി പറഞ്ഞ് നിർത്തിയെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഞാനിപ്പം നിങ്ങളോട് പഠിക്കണമെന്ന് സജസ്റ്റ് ചെയ്യുന്നില്ല, എങ്കിലും ഒരു ക്യൂരിയോസിറ്റി, എന്താണെന്ന് അറിയണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ അകത്ത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ പറ്റി നമ്മൾ ദീർഘമായിട്ടുള്ളൊരു വീഡിയോ, ഒരു 10-15 മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. വളരെ വിശദമായിട്ട്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എവിടെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നൊക്കെ ഉള്ളത് വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ട് സിമ്പിളായിരിക്കും. നിങ്ങൾ അതൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇത് പറയാം, ഈ രീതിയിലും പറയാം. ഹി ലെഫ്റ്റ് ജസ്റ്റ് ബിഫോർ യു കെയിം. ഹി ലെഫ്റ്റ് ജസ്റ്റ് ബിഫോർ യു കെയിം. നീ ഇത് വിശദീകരിച്ച് തന്നതിൽ പിന്നെയാണ് എനിക്കത് മനസ്സിലായത്. ആഫ്റ്റർ യു എക്സ്പ്ലെയിൻ ഇറ്റ് ടു മീ ഐ അണ്ടർസ്റ്റുഡ്. അല്ല, ഇങ്ങനെ വേണം പറയാം, ഐ അണ്ടർസ്റ്റുഡ് ആഫ്റ്റർ യു എക്സ്പ്ലെയിൻ ടു മീ. ഏറ്റു ചേർക്കണം നിർബന്ധമില്ല,
ചേർത്താലും കുഴപ്പമില്ല. ആഫ്റ്റർ യു എക്സ്പ്ലെയിൻഡ് ഇറ്റ് ടു മീ ഐ അണ്ടർസ്റ്റുഡ് ആഫ്റ്റർ യു എക്സ്പ്ലെയിൻ ഇറ്റ് ടു മീ. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കാൻ സമയമായി അല്ലേ? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം. അപ്പോൾ ഈ രണ്ട് രീതിയിൽ പറയാം. നമുക്ക് ആദ്യം എങ്ങനെയാണ് പറയുന്നുള്ളത്. ബിഫോർ ഈറ്റിംഗ് ഫുഡ് യു ഷുഡ് വാഷ് ദ ഹാൻഡ്സ്. അപ്പോൾ ഇതൊരു അമ്മയൊരു മകനോട് പറയണം, മോനെ നീ കൈ കഴുകണം കേട്ടോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ബിഫോർ ഈറ്റിംഗ് ഫുഡ് യു ഷുഡ് വാഷ് യുവർ ഹാൻഡ്സ്. പക്ഷേ അച്ഛനാ പറയുന്നെങ്കിൽ ഇച്ചിരി കട്ടിയുണ്ട്, നീ തീർച്ചയായിട്ടും ചെയ്യണം, അല്ലെ അട്ടിയും കിട്ടില്ല. അപ്പോഴല്ലേ അവിടെ നമ്മൾ മസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ബിഫോർ ഈറ്റിംഗ് ഫുഡ് യു മസ്റ്റ് വാഷ് ദ ഹാൻഡ്സ്. അവിടെ പറയുന്ന ഒരെണ്ണത്തിനകത്ത് നമ്മൾ ഒരു ഉപദേശമാണ്, അടുത്തതെന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് പറയുന്നതാണ്. അവിടെ നിർബന്ധമായിട്ട് പറയുന്നതിന് മസ്റ്റും ഒരു ഉപദേശമായിട്ട് പറയുന്നതിന് ഷുഡുമാണ് ഉപയോഗിക്കുന്നത്. ബിഫോർ ഈറ്റിംഗ് ഫുഡ് യു ഷുഡ് വാഷ് ദ ഹാൻഡ്സ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചാണ് ഏത് ഭാഷയും പഠിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തൊട്ട് തന്നെ നിങ്ങളത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ പഠിച്ച 1-2 വാക്യങ്ങളെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ എഴുതുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.